വിക്ടർ ഹ്യൂഗയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. ഈവൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് ആൻഡ് ദ സൺ വിൽ റൈസ് അഗെയിൻ. ഏതൊരു ഇരുളടഞ്ഞ രാത്രിക്ക് ശേഷം വീണ്ടും സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷം പ്രതീക്ഷയുടെ നല്ല നാളുകൾ കടന്നു വരും. ഇന്ന് മെന്റൽ ഹെൽത്ത് അവയർനെസ് ടോക്കിൽ എനിക്കൊപ്പം ഉള്ളത് സൈക്യാട്രിസ്റ്റും ഓതറുമായിട്ടുള്ള ഡോക്ടർ അരുൺ ബി നായരാണ്. ഹാപ്പി വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ കാണുന്നത് ആത്മഹത്യാ വാർത്തകളാണ്. സ്കൂളിൽ നിന്നും റാഗ് ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു വിദ്യാർത്ഥി, അതുപോലെ നിറത്തിൻ്റെ പേരിൽ അവഗണിച്ചതിൻ്റെ പേരിൽ, ഭർത്തൃ വീട്ടിലെ പീഡനത്തിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. ഒരു പ്രശ്നം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും ആത്മഹത്യയാണ് അവസാനത്തെ മാർഗം എന്ന രീതിയിലേക്ക് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ആത്മഹത്യ വളരെ സങ്കീർണമായിട്ടുള്ളൊരു മസ്തിഷ്ക പ്രതിഭാസമാണ്. മനുഷ്യൻ മാത്രം ചെയ്യുന്ന, ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മറ്റാരും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. മനുഷ്യൻ മാത്രമാണ് സ്വയം ഇല്ലായ്മ ചെയ്യുന്നത്. ആത്മഹത്യയുടെ ഒരു സ്ഥിതിവിവര കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ വളരെ ഭീതിതമായിട്ടുള്ള ചില അവസ്ഥകളാണ് നമ്മുടെ കൺമുൻപിൽ കാണുന്നത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുൻപ് 2010 ആ കാലഘട്ടത്തിലൊക്കെ 1,00,000 ജനങ്ങൾക്ക് 32 എന്ന തോതിലായിരുന്നു കേരളത്തിലെ ആത്മഹത്യാ നിരക്ക്. ഏതാണ്ട് 5 കൊല്ലത്തോളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള സംസ്ഥാനമായിട്ട് കേരളം നിന്നു. പക്ഷെ പിന്നീട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നടന്ന ഒരുപാട് ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായിട്ട്, മാനസികാരോഗ്യ സാക്ഷരത പരിപാടികളുടെ ഫലമായിട്ട് പല ആളുകളും മാനസികാരോഗ്യത്തിന് ഗൗരവം കൽപ്പിക്കാൻ തുടങ്ങി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ചികിത്സിക്കാനും ഒക്കെ തുടങ്ങി. ഇതിന്റെ ഫലമായി ആത്മഹത്യാ നിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. 1,00,000 ജനസംഖ്യയ്ക്ക് 21 എന്ന തോതിലേക്ക് ആത്മഹത്യാ നിരക്ക് ഏതാണ്ട് ഒരു 5-6 കൊല്ലം മുൻപ് കുറഞ്ഞു വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷെ കോവിഡോടുകൂടി സകലതും തകിടം മറിയുന്നൊരു അവസ്ഥയാണ്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണും മനുഷ്യനുണ്ടായിട്ടുള്ള ഒരു ഏകാന്തതയും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇതെല്ലാം കൂടെ ചേർന്ന് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ആത്മഹത്യാ നിരക്ക് വീണ്ടും കൂടി വരികയാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 1,00,000 ജനസംഖ്യയ്ക്ക് 28.5 എന്നുള്ള തോതിലേക്ക് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ 10,162 പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന്റെ 15 മടങ്ങ് 1.5 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നു. ഇന്ത്യ മൊത്തമുള്ള കണക്കെടുത്താൽ 13,298 വിദ്യാർത്ഥികൾ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന മാനവ വിഭവശേഷിയാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ തന്നെ നാളെ ഒരു കാലത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നല്ല ജോലികൾ ചെയ്ത് ഭാരതത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും വളർത്തേണ്ട വ്യക്തികളാണ്. അവരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ ജൈവികമായ, ജീവശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട്, പാരിസ്ഥിതികമായ, എൻവയൺമെന്റലായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞു. അപ്പോൾ വിഷാദരോഗം പലപ്പോഴും ഒരു മാനസിക പ്രശ്നമാണെന്ന് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം മാനസിക പ്രശ്നം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് ആള് വയലന്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ വിഷാദത്തിൽ ആള് വയലന്റ് ആകുകയല്ല ചെയ്യുന്നത്, നിശബ്ദനാകുകയാണ് ചെയ്യുന്നത്. സാധാരണയുള്ള ദേഷ്യം പോലും ഉണ്ടാകില്ല, അദ്ദേഹം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണിയെടുക്കാനുള്ള മടിയാണ്, പഠിക്കാനുള്ള മടിയാണ് എന്നൊക്കെ കരുതി അതിനെ അവഗണിക്കും. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോഴാണ് ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇത് കൂടാതെ വേറെയും ഒട്ടേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഈ ആത്മഹത്യക്ക് കാരണമാകാറുണ്ട്. ഉന്മാദ വിഷാദ രോഗം, ബൈപ്പോളാർ ഡിസോർഡർ, ചിത്തഭ്രമം, സ്കിറ്റ്സോഫ്രീനിയ, സംശയരോഗം, ഡെല്യൂഷണൽ ഡിസോർഡർ, മദ്യത്തിന് അടിമപ്പെടുന്ന അവസ്ഥ, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, മറ്റു ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ഇതൊക്കെ ആത്മഹത്യകൾക്ക് കാരണമാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ഇനി ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക രോഗങ്ങൾ, വളരെ വേദനാജനകമായ രോഗാവസ്ഥകൾ, അതും മനുഷ്യന്റെ മനസ്സിലൊരു പ്രതീക്ഷ നശിച്ച് ആത്മഹത്യയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. ഇനി പാരിസ്ഥിതികമായ ഘടകങ്ങൾ എടുത്താൽ ആധുനിക സമൂഹത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ഒരു കുറേ നാളായിട്ട് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന മാറ്റം ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഒരു കടന്നുവരവാണ്. ഒരു 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു കൗമാരപ്രായക്കാരന് സന്തോഷം കിട്ടണമെങ്കിൽ ഏക മാർഗം സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക, പുറത്തേക്ക് പോവുക, യാത്ര ചെയ്യുക, സിനിമ കാണുക, കളിക്കാൻ പോവുക. അവിടെ എല്ലാം ഈ സോഷ്യൽ കണക്ട്, സാമൂഹ്യ ബന്ധങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്നത്തെ കൗമാരപ്രായക്കാരന്റെ അവസ്ഥ എന്താ? അദ്ദേഹത്തിന് സന്തോഷം കിട്ടാൻ സുഹൃത്തുക്കളുടെ ഒന്നും നിർബന്ധമില്ല, അല്ലെ? ഒരു മൊബൈൽ ഫോണുമായി ഒരു മുറിക്കുള്ളിൽ മണിക്കൂറുകളോളം ഇരുന്ന് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സ്ഥിതിവിശേഷം ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം
ഒരു സാമൂഹിക വിച്ഛേദന ലക്ഷണ ഐക്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആളുകളില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രയാസം വരുമ്പോൾ അത് ആരോടെങ്കിലും തുറന്നു പറയുക എന്നൊരു ശീലം നമ്മുടെ സമൂഹത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ അത് തുറന്നു പറയാനുള്ളൊരു അവസരമില്ലാതെ വരുന്നു. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു കൗമാരപ്രായക്കാരന് മറ്റ് ആവശ്യങ്ങളില്ല എന്നവർ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും വളരെ ഉപരിപ്ലവമായ തരത്തിലുള്ള കുറച്ച് ചർച്ചകളിൽ ആ സൗഹൃദം ഒതുങ്ങും. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു രീതി ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഇത്തരം ഒറ്റപ്പെടലാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നത്. പിന്നെ മനുഷ്യ സ്വഭാവം എടുത്താൽ തന്നെ കഴിഞ്ഞൊരു 10-30 കൊല്ലം കൊണ്ട് മനുഷ്യന്റെ സ്വഭാവത്തിൽ ഈ എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും കൂടി വരുന്നു. 30 വർഷത്തിന് മുമ്പുള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ വരും. റിസർവ് ചെയ്തിട്ട് അടുത്ത ഷോയ്ക്കോ അടുത്ത ദിവസമോ കാണേണ്ടി വരും. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ ശാരീരികമായി നമ്മൾ പ്രസന്റ് ആയേ പറ്റും, വെയിറ്റ് ചെയ്ത്. ആരോടെങ്കിലും പ്രണയം അറിയിക്കണമെങ്കിൽ പോലും ഒരുപക്ഷെ നേരിട്ട് പറയാൻ പലർക്കും മടിയായിരിക്കും. ഹംസത്തിന് ഏർപ്പാടാക്കണം, അല്ലെങ്കിൽ കത്തെഴുതണം, കാത്തിരിക്കണം. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ഈ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു. ഈ ഇടവേളയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ആഗ്രഹം നടക്കാം, നടക്കാതിരിക്കാം. ഈ രണ്ട് സാധ്യതകളുമായിട്ട് സമരസപ്പെടാൻ നമ്മുടെ തലച്ചോറിന് ആ സമയം ഉപകാരപ്പെടുമായിരുന്നു. ഇന്നിപ്പോൾ അവസ്ഥ എന്താ? ഇപ്പോൾ സിനിമ കാണണം, മൊബൈൽ എടുക്കുന്നു, 2 ക്ലിക്ക് അല്ലേ? ഭക്ഷണം കഴിക്കണം, 2 ക്ലിക്ക്. ആരോടെങ്കിലും പ്രണയം അറിയിക്കണമെങ്കിൽ 2 ക്ലിക്ക് പോലും വേണ്ട, ഒരു ഇമോജി തോണ്ടി അയച്ചാൽ മതി. അപ്പോൾ ഈ ആഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയില്ല. അപ്പോൾ എന്താ പറ്റുക? ഈ ആഗ്രഹം നടക്കാതെ വരാം. നമ്മൾ ആഗ്രഹിക്കുന്നത് നിഷേധിക്കപ്പെടാം എന്ന സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അത് എന്താഗ്രഹമാണെങ്കിലും നിസ്സാരമായ ആഗ്രഹമാണെങ്കിലും അത് നിഷേധിക്കപ്പെടുമ്പോൾ എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ, അത് ഒരുപക്ഷെ അവനവനെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കാം, മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആധുനിക സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ChatGPT സങ്കടങ്ങൾ പറയുക എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ കടന്നു വരവ് ഇപ്പോൾ നമ്മൾ ആത്മഹത്യ ഒരു കുട്ടികളുടെയും മുതിർന്നവരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ടോക്സിക് ബന്ധങ്ങൾ, എനിക്ക് തോന്നിയിട്ടുണ്ട് ടോക്സിക് ബന്ധങ്ങളിൽ പറ്റുന്ന പല കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതെ ഒരുപാട് നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടായിരിക്കും ആളുകൾ സൂയിസൈഡിലേക്ക് പോകുന്നത്. ഈ ടോക്സിക് ബന്ധങ്ങളെ എങ്ങനെയായിരിക്കും തിരിച്ചറിയാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുക? നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, അത് എന്ത് തരം ബന്ധമായാലും, അത് പ്രണയമാണെങ്കിലും ശരി, സൗഹൃദമാണെങ്കിലും ശരി, ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും ശരി, അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണെങ്കിലും ശരി, ഇതിലെല്ലാം അനിവാര്യമായ ഒരു ഘടകമാണ് ആ ബന്ധത്തിലെ ജനാധിപത്യം, ഡെമോക്രസി ഇൻ എ റിലേഷൻഷിപ്പ്. ഇപ്പോൾ പ്രണയം എടുത്തു കഴിഞ്ഞാൽ 4 തൂണുകൾ പ്രണയത്തിനുണ്ടെന്ന് പറയാം. ഒന്ന് ഇൻറ്റിമസി, ആത്മബന്ധമാണ്. അതായത് എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഞാൻ എൻ്റെ പങ്കാളിക്ക് വേണ്ടി കൂടെ ചിന്തിച്ചു തുടങ്ങും, അവരുടെ താല്പര്യം കൂടെ സംരക്ഷിച്ചു തുടങ്ങും. 2 പാഷനാണ്, അത് ശാരീരിക ആകർഷണമാണ്. പ്രണയത്തിന്റെ തുടക്കത്തിൽ തീവ്രമായിരിക്കും, ക്രമേണ അതിന്റെ തീവ്രത കുറയും. 3ാമത്തെ പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റനവധി ആളുകളുമായി പരിചയപ്പെട്ടേക്കാം. അവരുടെ പലരുടെയും സൗന്ദര്യത്തോടും ബൗദ്ധികമായ കഴിവുകളോടും ഒക്കെ നമുക്ക് ആകർഷണം തോന്നാം. പക്ഷെ അവിടെയെല്ലാം ആരോഗ്യകരമായ അതിർവരമ്പുകൾ വയ്ക്കാനുള്ളൊരു കഴിവാണ് ഈ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത. 4ാമത്തേതാണ് ജനാധിപത്യം, ഡെമോക്രസി. നമ്മളുടെ അഭിപ്രായം പറയാനും അത് കേൾക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള സാഹചര്യമാണ് ഈ ഡെമോക്രസി. എല്ലാ അഭിപ്രായങ്ങളും എതിർവശത്തുള്ള ആളങ്ങ് സമ്മതിച്ചുകൊള്ളണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ കേൾക്കാനുള്ള ഒരു മനോഭാവം വേണം. പക്ഷേ ഈ ജനാധിപത്യം ഇല്ലാതെ വരുന്ന ബന്ധങ്ങളെയാണ് ടോക്സിക് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അതിൽ ബാക്കിയെല്ലാം കാണും, പക്ഷേ ഈ ജനാധിപത്യ സ്വഭാവം കാണില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ ടോക്സിക് ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണേണ്ട ഒരു കാര്യം, മറുവശത്തുള്ള ഒരാൾ പലപ്പോഴും ഒരു ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ അതിൻ്റെ ചില ഘടകങ്ങളുള്ള ഒരാളായിരിക്കും. ഈ ആത്മാനുരാഗം അല്ലെങ്കിൽ നാർസിസിസം എന്ന് പറഞ്ഞാൽ അവനവനെ മാത്രം സ്നേഹിക്കുന്നു, മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിവില്ലാത്തൊരു മനോനിലയാണ്. ആധുനിക ലോകത്ത് അത് കൂടി വരികയും ചെയ്യുന്നു. ആ കൂടി വരുന്നതിൻ്റെ പുറകിലും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെയാണ് ഉത്തരവാദികൾ. ചെറുപ്രായത്തിൽ തന്നെ ഈ അക്കാദമിക മികവുള്ള ആളിനെ പുകഴ്ത്തി ഒരു വലിയ സംഭവമാണ് നീ എന്ന് പറഞ്ഞ് അവൻ്റെ പരിമിതികളെക്കുറിച്ച് അവന് ബോധ്യമില്ല. കായിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ മറ്റൊരാൾക്ക് വൈദഗ്ധ്യമുണ്ടെങ്കിൽ അതിനൊന്നും പ്രസക്തിയില്ല, ഞാനാണ് മിടുക്കനെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ആത്മാനുരാഗികളുടെ ഒരു പ്രശ്നം, അവർക്ക് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പുകൾക്ക് തുടക്കമിടും. മറുവശത്തുള്ള ആള് ശരിക്കും പറഞ്ഞാൽ അങ്ങ് അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ തിരിച്ചറിയാൻ 3-4 ലക്ഷണങ്ങൾ. ഒന്ന്, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ മറുവശത്തുള്ള ആള് കേൾക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാകുന്നു പക്ഷേ നിസാരവൽക്കരിച്ച് തള്ളിക്കളയുന്നു.
നമ്മളുടെ വേദനകൾ പങ്കുവെക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല, അതിനേക്കാൾ വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള മട്ടിൽ സ്വന്തം ഭാണ്ഡക്കെട്ട് ഇറക്കി വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. 4, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വേദനയോടെ പറയുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്നങ്ങ് ശക്തമായിട്ടങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത് രാത്രി 12 മണിയാണെന്ന് ശക്തമായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ വളരെ ആധികാരികമായ ഒരാൾ അങ്ങനെ പറയുമ്പോൾ മറുവശത്തുള്ള ഒരാളിന് സംശയം തോന്നും, ശരിയാണോ ഇല്ല. ഇപ്പം ഞാൻ ഇന്നലെ ഈ അനുഭവം ഉണ്ടായത് യാഥാർത്ഥ്യമല്ല, ഇനി എൻ്റെ തോന്നലാണോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിങ്ങും മറ്റുമൊക്കെ ഈ ടോക്സിക് റിലേഷൻഷിപ്സിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്സിൽ നമ്മളത് പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം, നമുക്കതിലുള്ള ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കണം. എന്നിട്ടും അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ പല ആളുകൾക്ക് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയതിനു ശേഷം ഒരുപാട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു ടോക്സിക് ബന്ധമാണെന്ന്. പക്ഷേ ഈ റിലേഷൻഷിപ്പിനോടുള്ള ബോണ്ട് കാരണം പല ആളുകൾക്കും ഇറങ്ങി വരാൻ സാധിക്കാറില്ല. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ കാര്യമാണെങ്കിൽ കൂടി അവർക്ക് വീട്ടിൽ പറയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാം, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ സൂയിസൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും? അല്ല, എപ്പോഴും ഈ നമ്മൾ പ്രണയത്തിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ ആദ്യഘട്ടം ഹണിമൂൺ ഫേസ് എന്ന് പറയും, ഫേസ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയും. രണ്ടുപേരും പരസ്പരം അവരവരുടെ നല്ല വശങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്നതിൽ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കും. സ്വന്തം മോശപ്പെട്ട സ്വഭാവ സവിശേഷതകളൊന്നും മറുവശത്തുള്ള ആൾ അറിയാതിരിക്കാൻ വേണ്ടി ഭയങ്കര കെയറിങ് ആയിരുന്നു. പലപ്പോഴും ആ ഒരു ഫേസ് കണ്ടിട്ടാണ് ഈ പ്രണയം തീവ്രമാകുന്നത്. അപ്പം അവിടെ വളരെ കെയറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാമുകൻ അല്ലെങ്കിൽ കാമുകി, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു വ്യക്തി, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി, നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, ഈ ഒരു സ്വഭാവ സവിശേഷതകൾ കണ്ട് അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും അതൊരു വൈകാരിക അടിമത്വം, ഇമോഷണൽ സ്ലേവറി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും. ഒരുപക്ഷെ ഈ പറയുന്ന ഹണിമൂൺ ഫേസ് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഘട്ടമുണ്ട്, ഫേസ് ഓഫ് കൺട്രാക്ഷൻ എന്ന് പറയും. വിവാഹം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹത്തിനെ തുടർന്ന് മധുവിധു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല നമ്മുടെ ജീവിത പങ്കാളി. നമ്മൾ വിചാരിച്ചെന്ന് വളരെ വിഭിന്നമായ സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളല്ല. സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിക്കാൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് പതിയെ പതിയെ വരികയാണ്. ഈ തിരിച്ചറിവ് വരുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ വരും, വഴക്കുകൾ വരും, പലപ്പോഴും വിവാഹമോചനങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് വരുന്നത്. ഇനി വിവാഹ ജീവിതത്തിന് മൂന്നാമതൊരു ഘട്ടമുണ്ട്, ഫേസ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയും. അതായത് എൻ്റെ പങ്കാളി ഇങ്ങനെയാണ് എന്ന് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ബന്ധത്തിൽ തുടരാൻ തീരുമാനിക്കുകയാണ്. അപ്പം അവിടെ ഒരു കാര്യമുണ്ട്, ഒരു പൂർണ്ണമായ ഒരു അടിമത്വമല്ല. നമ്മൾ സംസാരിക്കുന്നു, തുറന്ന് സംസാരിച്ചതിന് ശേഷം പങ്കാളിയുടെ ചില സവിശേഷതകൾ മാറ്റേണ്ടതുണ്ട്, എൻ്റെ ചില സവിശേഷതകൾ മാറ്റാം. ഒരു പരസ്പര ധാരണയിലെത്തുക. നമ്മുടെ പങ്കാളി 100% നമ്മൾ സ്വപ്നം കണ്ട ആളുപോലെയൊന്നും അല്ല എന്ന് മനസ്സിലായാൽ പോലും ഈ ബന്ധം നമുക്ക് പകരുന്ന ചില സാമൂഹ്യ സുരക്ഷിതത്വങ്ങൾക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. പലപ്പോഴും ഈ മൂന്നാം ഘട്ടത്തിലേക്ക്, കഴിഞ്ഞൊരു തലമുറയിലൊക്കെ പലരും ഈ മൂന്നാം ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് ട്രാൻസിറ്റ് ചെയ്തിരുന്നു. ഇന്ന് അതിന് കഴിയാതെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ച പൊതുവേ ഉള്ള ഒരു എടുത്തുചാട്ട സ്വഭാവമൊക്കെയാണ്, പൊതുവേ ഉള്ളൊരു അക്ഷമയാണ്. കഴിഞ്ഞൊരു തലമുറയിൽ സ്ത്രീകൾ കുറച്ചുകൂടെ സഹിച്ചിരുന്നു. ഇന്ന് സ്ത്രീകളും ഒരേപോലെ, പുരുഷന്മാരെ പോലെ എല്ലാ ജനറൽപ്പെട്ട ആളുകൾക്കും ഈ പറഞ്ഞ സവിശേഷതകൾ വരുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് തീർച്ചയായിട്ടും ആ ബന്ധം ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടത്. ഒരുപക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഈ സ്വഭാവങ്ങൾ നമ്മുടെ പങ്കാളിക്ക് കുറച്ചുകൂടെ സന്തോഷം പകരുന്ന രീതിയിൽ മാറ്റാൻ പറ്റുക. പൂർണ്ണമായിട്ട് നമ്മൾ മാറുക എന്നുള്ളതല്ല, നമ്മൾ ഇടപെടുന്ന രീതി, നമ്മൾ അവരൊരു പ്രയാസം പറയുമ്പോൾ അതിനെ സമീപിക്കുന്ന രീതി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലത്തെ ഒരു ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഈ ഫാമിലി തെറാപ്പിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ആദ്യത്തെ ഒരു 3 സെഷൻസ് എങ്കിലും ഈ 2 വ്യക്തികളുടെയും വ്യക്തിത്വത്തെ വിലയിരുത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളായിരിക്കും. എന്തുകൊണ്ട് ഈ പുരുഷൻ ഇപ്പോൾ ഇങ്ങനെ പെരുമാറും? കുട്ടിക്കാലം തൊട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാകും. പേരൻറ്റിങ്ങിലെ തകരാറുകൾ, ചെറിയ പ്രായത്തിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ, ഇതൊക്കെ പലതരത്തിലുള്ള മുൻവിധികൾക്ക് കാരണമായിട്ടുണ്ട്. ഈ 2 വ്യക്തികളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് എന്ത് തരത്തിലുള്ള മാറ്റം ഇവർക്ക് വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് വഴി ഒട്ടേറെ ആളുകൾ രക്ഷപ്പെട്ടു പോകാറുണ്ട്. ഇപ്പോൾ വൈകാരിക അസ്ഥിരതയുള്ള വ്യക്തിത്വ വൈകല്യം, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെ ഒരു അവസ്ഥയുമുണ്ട്.
അപ്പോൾ ശരിക്കും ഈ ആത്മാനുരാഗമുള്ള പുരുഷനും ഈ വൈകാരിക അസ്ഥിരതയുള്ള സ്ത്രീയും ഇവർ കോമ്പിനേഷനായിട്ട് ചേരുമ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകുന്നത്. കാരണം ഈ വൈകാരിക അസ്ഥിരതയുള്ള ആ വ്യക്തിക്ക് പലപ്പോഴും പലതും സഹിക്കാൻ പറ്റില്ല. ദേഷ്യപ്രകടനങ്ങളും സ്വയം മുറിവേൽപ്പിക്കുന്ന രീതികളും വിഷാദത്തിലേക്ക് പോലുള്ള പ്രവണതയും ഉണ്ടാകും. എന്നാൽ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആത്മാനുരാഗി എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടുമിരിക്കും. അപ്പോൾ ഈ രണ്ടു പേർക്കും തങ്ങളുടെ വ്യക്തിത്വം ഇങ്ങനെയാണ്. അതിൽ എന്തൊക്കെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, പ്രവർത്തനക്ഷമമായ ഒരു ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാം എന്നൊരു തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനുമായിട്ട് അനുബന്ധമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗൗരവമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും ഇതിനോടൊപ്പം നൽകേണ്ടി വരും. അതിലൂടെ ഇതിനെ പരിഹരിച്ചു പോകാനായിട്ട് പറ്റും. പക്ഷേ ഒരു ചികിത്സയ്ക്കോ കൗൺസിലിങ്ങിനോ പങ്കാളി തയ്യാറാകുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടുകൾ ഒട്ടും മാറ്റാനും തയ്യാറാകുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുക തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും അത് തുറന്നു പറയണം. വീട്ടുകാരെ മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് തുറന്നു പറയാം, അല്ലെങ്കിൽ ആത്മസുഹൃത്തുക്കളോട് തുറന്നു പറയാം. അവരെ കൂടെ ഇതിനകത്ത് ഒന്ന് ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഗുണകരമായി. ഡോക്ടർ, അതുപോലെ ഈ നിരന്തരമുള്ള കളിയാക്കലുകൾ, ഇപ്പോൾ നിറത്തിൻ്റെ പേരിലായാലും ബോഡി ഇതിൻ്റെ പേരിലൊക്കെ ആണെങ്കിലും നിരന്തരം ഒരാളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, അവഗണിക്കുന്നതൊക്കെ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ഈ ബോഡി ഷെയ്മിങ് അടക്കമുള്ള ഒരു തരത്തിലുള്ള അവഹേളനവും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്, വ്യത്യസ്ത രൂപങ്ങളുള്ളവരാണ്. നമ്മളാരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരെയും കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഒരു മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് അനുതാപം, എംപതി. അതായത് മറുവശത്തുള്ള ആളിൻ്റെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ട് പ്രതികരിക്കാനുള്ള കഴിവാണ്. എന്ന് വിചാരിച്ച് 100% മറ്റുള്ളവർ പറയുന്ന എല്ലാം അങ്ങ് അനുസരിച്ച് കൊള്ളണം, അഭിപ്രായ വ്യത്യാസമേ പാടില്ല എന്നൊന്നുമല്ല. അതൊക്കെ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, വഴക്കുകൾ വരും. പക്ഷേ അതൊന്നും ഒരു ഹേർട്ട്ഫുൾ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് വൈകാരിക വ്രണം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിറം, ഇപ്പോൾ പല ആളുകൾക്കും നിറത്തിൻ്റെ പ്രശ്നങ്ങൾ ചെറുപ്പം തൊട്ടേ പലരും കളിയാക്കി ഒരു വലിയ വിഷമമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം ആ ഒരു കാര്യം പറഞ്ഞ് തന്നെ വീണ്ടും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് മനസ്സിൽ കയറിയിട്ടുള്ള അപകർഷതാബോധം വളരെ തീവ്രമാവുകയാണ്. അത് വിഷാദത്തിലേക്ക് വഴിതെളിക്കാനുള്ള ഒരു ട്രിഗറായിട്ട് മാറാനുള്ളൊരു സാധ്യത വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നിറവും രൂപവും ഒരുപക്ഷെ സംസാരത്തിൻ്റെ ശൈലിയും അറിവും ഇതൊക്കെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ഒരു സ്വഭാവ ഗുണം തന്നെയാണ്. ആ സ്വഭാവ ഗുണത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അല്ലാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു അവഹേളനങ്ങൾ ഗുണകരമല്ല. പഴയൊരു തലമുറയിൽ പല മാതാപിതാക്കളും പറഞ്ഞിരുന്നു, ഇത് ഈ കുട്ടികളെ അല്പം കരുത്തരാക്കാൻ സഹായിക്കും. ഈ കളിയാക്കുന്നു, റാഗിങ് എന്ന് പറയുന്ന കലാരൂപം തുടങ്ങിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ആളുകളെ ഒന്ന് ടഫാക്കി മാറ്റണം. അപ്പോൾ ടഫായി കഴിഞ്ഞാൽ ഇനി നാളെ ഏത് പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും പരിധി വിട്ടുപോയി വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്ത അവഹേളനങ്ങൾ, ഒരു തരത്തിലുള്ള പരിധികളും ഇല്ലാത്ത റാഗിങ്, ഇത് ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും വരെ വഴിതെളിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡോക്ടർ, അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം മോശമായ രീതിയിൽ ആളുകൾ അതെടുക്കാറുണ്ട്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണിത്. എത്രത്തോളം പ്രാധാന്യം അത് അർഹിക്കുന്നുണ്ട്? ഇത്തവണത്തെ നാഷണൽ എക്കണോമിക് സർവേ ബജറ്റിന് ശേഷം പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച ആ ഒരു രേഖ നമ്മുടെ സമ്പദ് വ്യവസ്ഥിതിയുടെ ഒരു റെക്കോർഡാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ എക്കണോമിക് സർവേയിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊരു പാരഗ്രാഫ് വന്നിരിക്കുകയാണ്. മാനസിക ആരോഗ്യത്തിൻ്റെ കുറവ് മൂലം ജോലി സ്ഥലത്ത് വരാതിരിക്കുക, ജോലി സ്ഥലത്ത് പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത കുറയുക തുടങ്ങിയ കാര്യങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്ന വ്യക്തമായ പരാമർശം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് വന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, 10.69% ഇന്ത്യക്കാർ ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നു എന്നും അതിൽ പറയുന്നു. അപ്പം മാനസിക ആരോഗ്യത്തിൻ്റെ പ്രസക്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ വരെ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ കിട്ടുന്നത്. ഇത് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മാനസികാരോഗ്യ സാക്ഷരത, മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്നൊരു സംഗതി
ഒരു ദശാബ്ദത്തിന് മുമ്പ് നമ്മൾ ആരംഭിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും പൊതുപരിപാടികളിലൂടെയും ഒക്കെ എന്താണ് മനസ്സ്, എന്താണ് മാനസിക രോഗം, എന്തുകൊണ്ട് മാനസിക രോഗം ഉണ്ടാകുന്നു, എന്താണ് ഇതിന്റെ പരിഹാരം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണമായിരുന്നു. ഇപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങളാണ്. അതിൽ ജൈവികമായ ഘടകങ്ങൾ, തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവിലെ വ്യതിയാനങ്ങൾ പോലെയുള്ള ജീവശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്, ജീവിത അനുഭവങ്ങൾ പോലെയുള്ള പാരിസ്ഥിതിക ഘടകങ്ങളുണ്ട്, നമ്മുടെ പിന്തുണ സംവിധാനങ്ങൾ, സപ്പോർട്ട് സിസ്റ്റം പോലെയുള്ള സംഗതികളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക രോഗങ്ങൾ, ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 50% മാനസിക രോഗങ്ങളും 14 വയസ്സിന് മുൻപ് ആരംഭിക്കും. 75% മാനസിക രോഗങ്ങളും 24 വയസ്സിന് മുൻപ് ആരംഭിക്കും. ഇത് പലതും തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താൻ സാധിക്കുന്ന അവസ്ഥകളുമാണ്. ഇതാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാനസിക രോഗങ്ങൾ മറ്റേതൊരു ശാരീരിക രോഗത്തെയും പോലെ ചികിത്സിക്കാവുന്ന അസുഖങ്ങൾ തന്നെയാണ്. മുൻപ് ഒരു തലമുറയിൽ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ധാരണ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരുപക്ഷെ പ്രേതബാധയാണോ അല്ലെങ്കിൽ മുജ്ജന്മ പാപത്തിന്റെ ഫലമാണോ, ഇങ്ങനെയുള്ള കുറേ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സയിൽ നിന്ന് അകന്നുന്നത്. ഇന്നിപ്പോൾ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ധാരണയുണ്ട്, തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങളാണ്. ഇപ്പോൾ ഈ അസുഖങ്ങൾ ചികിത്സിക്കാൻ തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവിനെ ക്രമീകരിക്കുന്ന മരുന്നുകളുണ്ട്, ചിന്താവൈകല്യങ്ങൾ തിരുത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളുണ്ട്, കുടുംബപരമായി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പല മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും തുടക്കത്തിലേ ചികിത്സിക്കാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ചികിത്സ എടുക്കാതെ പോകുന്നത് മൂലം പല രോഗങ്ങളും വഷളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രമേഹം നിസ്സാരപ്പെട്ട രോഗമാണ്, ആർക്കും ഭയമൊന്നുമില്ല പ്രമേഹം വരുന്നത്. പ്രമേഹം ചികിത്സിക്കാതെ 2 കൊല്ലം വെച്ചോണ്ടിരുന്നത് എന്ത് സംഭവിക്കാം? രക്തക്കുഴലുകൾ അടയാം, കണ്ണിലെ രക്തക്കുഴലുകൾ അടഞ്ഞിട്ട് കാഴ്ച നഷ്ടപ്പെടാം, ഹൃദയത്തിലെ രക്തക്കുഴൽ അടഞ്ഞിട്ട് ഹൃദയാഘാതം വരാം, തലച്ചോറിലെ രക്തക്കുഴൽ അടഞ്ഞിട്ട് പക്ഷാഘാതം വരാം, അല്ലെ? വലിയ സങ്കീർണതകൾ, ജീവനെടുക്കുന്ന സങ്കീർണതകളിലേക്ക് അത് പോകാം. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളും. അത് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചൊരു 1 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായ ചികിത്സ ആരംഭിച്ചാൽ പല രോഗാവസ്ഥകളും ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താനോ നിയന്ത്രിക്കാനോ സാധിക്കും. ഒരു ഡ്യൂറേഷൻ ഓഫ് അൺട്രീറ്റഡ് ഇൽനസ്, ചികിത്സ എടുക്കാത്ത രോഗത്തിന്റെ ദൈർഘ്യം എന്നൊരു സംഗതി ഇതിലുണ്ട്. ഒരു 2 കൊല്ലത്തിൽ കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സ എടുക്കാതെ ഇരുന്നാൽ പലപ്പോഴും ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം പോലെയായി മാറും. പ്രമേഹം നമുക്കറിയാം, പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തുക എന്നുള്ള ബുദ്ധിമുട്ടാണ്, ദീർഘകാലം ചികിത്സ വേണ്ടി. 2 കൊല്ലത്തിൽ കൂടുതൽ ചികിത്സ എടുക്കാതിരുന്നാൽ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുടെയും തലച്ചോറിൽ ചിലപ്പോൾ സ്ഥായിയായ ചില മാറ്റങ്ങൾ വരും. അത് ചിലപ്പോൾ അനിശ്ചിതകാലം ചികിത്സ വേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. അപ്പം ഈ ഒരു കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കണം, അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്തണം. പിന്നെ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. ഏതൊരു അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലത്തിനും സമാനമായ പാർശ്വഫലങ്ങളാണ് മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കും ഉള്ളത്. പ്രമേഹത്തിന്റെയോ പ്രഷറിന്റെയോ മരുന്നുകൾക്കുള്ള പാർശ്വഫലങ്ങൾക്ക് തത്തുല്യമായ പാർശ്വഫലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ പറ്റുമോ? മറ്റൊരു സ്വാഭാവികമായ ചോദ്യമാണ്. നിർത്താൻ പറ്റും. ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് നിർത്താൻ പറ്റും. ഉദാഹരണത്തിന് വിഷാദ രോഗം, ഡിപ്രഷൻ, 9 മാസക്കാലം ചികിത്സ എടുത്തു കഴിഞ്ഞ് മരുന്ന് നിർത്താൻ പറ്റാറുണ്ട്. ഉത്കണ്ഠാ രോഗങ്ങൾ പലപ്പോഴും 12 മുതൽ 18 മാസം വരെ ചികിത്സ എടുത്താൽ നിർത്താൻ പറ്റും. കുട്ടികളിൽ കാണുന്ന ശ്രദ്ധക്കുറവും അമിത വികൃതിയും എടുത്തുചാട്ടവും ഒക്കെയുള്ള ADHD, ഹൈപ്പർ ആക്ടിവിറ്റി, 18 മാസത്തെ ചികിത്സ കഴിഞ്ഞാൽ നിർത്താൻ പറ്റാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ വിഷാദവുമായി വരുന്നു, 9 മാസം ചികിത്സ വേണമെന്ന് ഡോക്ടർ പറയും. 2 മാസം കഴിയുമ്പോൾ ലക്ഷണങ്ങളൊക്കെ ഭേദപ്പെട്ടതായിട്ട് പോകും, സ്വന്തമായിട്ട് മരുന്നങ്ങ് നിർത്തും. അപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരാളുടെ കാലൊടിക്കും, 6 മാസം പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 മാസം പ്ലാസ്റ്റർ ഇട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി എല്ലാം റെഡിയായി, ഇനി പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരുന്ന കഷ്ടപ്പെടുത്ത കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് പ്ലാസ്റ്റർ ഇളക്കി കളഞ്ഞാൽ എന്ത് പറ്റും? അടുത്ത ചെറിയൊരു സമ്മർദ്ദം കാലിൽ പറ്റുമ്പോൾ വീണ്ടും ഓടി. അതുപോലെയാണ് തലച്ചോറ്. ഇപ്പോൾ 9 മാസം ചികിത്സ എടുക്കേണ്ട വിഷാദ രോഗം 3 മാസം കഴിഞ്ഞ് നിങ്ങൾ നിർത്തിയാൽ ജീവിതത്തിൽ സമ്മർദ്ദ സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു ജീവിതമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. ചെറിയൊരു സമ്മർദ്ദം വരുമ്പോൾ തന്നെ വീണ്ടും വിഷാദത്തിലേക്ക് അത് വീഴും. അത് ചിലപ്പോൾ കുറച്ചുകൂടെ തീവ്രമായ വിഷാദമായിരിക്കും. അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്ന അനുസരിച്ച് ആ ചികിത്സ കാലാവധി പൂർത്തിയാക്കിയാൽ വീണ്ടും അസുഖങ്ങൾ വരുന്നത് വലിയൊരളവ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. മെന്റൽ ഹെൽത്ത് അവയർനെസ് ടോക്കിൽ ഡോക്ടർ അരുൺ ബി നായരായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.